എന്റെ പൊന്നു മാഷേ, ഇന്നെങ്ങാനൊന്ന് റെഡി ആവുക. എത്ര സമയായിന്നറിയാ ഞാൻ റെഡിയായി കാത്തിക്കുന്നു. അല്ല മോളെ, നീ റെഡിയായ 2 മണിക്കൂറോളം എടുത്തിട്ട് അവസാനം നീ റെഡിയായി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറി. അപ്പൊ ഞാൻ ഈ ഒരു ചീർപ്പും പിടിച്ച് കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് നിന്നതല്ലേ. അതൊന്നല്ല. ഒപ്പം എന്തോരം നേരായി താടിക്ക് ഇതാക്കുന്നു. താടി എന്നാണ് ഇത് ചീർപ്പിട്ട് ഇരുന്ന്, മുടി ചീർപ്പിട്ട് ഇരുന്ന്, എന്തോരം മുണ്ട് മാടി കൊടുക്കുന്നു, മറ്റേ താഴ്ത്തിയിട്ട് നോക്കുന്നു. എന്താന്നറിയാമോ, ഞാൻ ഈ മുണ്ട് ഷർട്ട് ഇങ്ങനെ ഇങ്ങനെ പോവാൻ വേണ്ടി മാറ്റുമ്പോ എന്തോ നല്ല ഓക്കെയാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. നീ പറഞ്ഞ പിന്നെ അപ്പിരില്ല അല്ലേ? അപ്പൊ എന്തായാലും പോയാലോ? കോലം കെട്ടി പോലെ ഇല്ല, എല്ലാവരും പറയും സജീഷിന്റെ ലുക്ക് നല്ല ലുക്ക്. അടിപൊളി. എന്റെ ലുക്ക് ഇതാ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ മുടിയൊന്നും കെട്ടിയില്ല കേട്ടാ, കുളിച്ചതായോണ്ട് നിങ്ങളുടെ ഈ ചുരിദാറല്ലേ എന്റെ സെലക്ഷനാണ്. കമ്പ് വാങ്ങിയത് ഇത് അന്ന് ഇത് ഞാൻ പറഞ്ഞിട്ട് എടുത്ത ചുരിദാറാണത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ ചുരിദാറൊക്കെയാണ് ഇഷ്ടം. പക്ഷെ അത് നിങ്ങൾക്ക് ചില ഡ്രസ്സ് ഇടുമ്പോ നമ്മള് ഭയങ്കര മെലിഞ്ഞതുപോലെ തോന്നും, ചില ഡ്രസ്സ് ഇടുമ്പോ നമ്മള് കുറച്ച് തടിച്ചതുപോലെ തോന്നും. ഇന്നാളെ ഒരു ദിവസം ഞാനൊരു ചുരിദാർ ഇട്ടിട്ട് ഒരു വീട്ടില് ഒരു കല്യാണത്തിന് പോയ സമയത്തില്ലേ, നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ചേച്ചി വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് വിശേഷം ഞാൻ കേട്ടത് ഇല്ല ഇല്ലാന്ന് പറഞ്ഞു. ഒന്നും കൂടി നോക്കിയാലോ? ഇന്ദ്രനൊരു കുഞ്ഞുവാവ, ഇന്ദ്രയിലെ കുഞ്ഞുവാവ. താല്പര്യമില്ല, മതിയായി. അതിന്റെ ആ ഡിപ്രഷനല്ല ഇപ്പൊ മാറിയിട്ട് ഞാനിപ്പോ ഒന്ന് ഉണർന്ന് എണീച്ച് വന്നതേ ഉള്ളു വീണ്ടും. അപ്പൊ എന്തായാലും ഞാൻ ഒരുപാട് വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സ് പോലെ എനിക്ക് അവിടെ ഒരു ലക്ഷറി പാർട്ടിക്ക് പോകുന്ന പോലെ ഉണ്ട്. എന്തായാലും ഞാൻ സെലക്ട് ചെയ്തല്ലേ, ഇതൊക്കെ സെലക്ട് ചെയ്തിങ്ങനെ കുർത്ത ചോദിച്ചിനി. ഞാനാ പറഞ്ഞത് ഇത് എടുത്തോന്ന്. ഓക്കെ, എന്നാ പിന്നെ വിടാ, നമുക്ക് പോവാം. നമ്മുടെ കൂടെ ഒരാളുണ്ട് കേട്ടാ. നമ്മള് രണ്ടാളും മാത്രമല്ല, മൂന്നാമതൊരാളൂടെ ഉണ്ട്. അയാളെ നിങ്ങൾ അറിയുവാ നോക്ക്, കണ്ടിട്ട് കാണിച്ചു തരാം. പോവാ. ഇന്ന് ഫുള്ള് ഓപ്പന്റെ ദിവസം തന്നെ കേട്ടാ. കോലം കേട്ട് അപ്പൊ മലക്കോവാൻ പോന്നതാ. അന്നേ കണ്ടിരുന്നു. ഒന്നീ റൂമിന്ന് ഇറങ്ങുവാ, എല്ലാം കൂടി പൊന്നു മാഷ ഒന്ന് ഇറങ്ങുക. ഒരു കുഴപ്പമില്ല, വാ നടക്കൊന്ന് നടാ അങ്ങോട്ട്. മുണ്ടെടുത്ത് തലേ കെട്ട്, അപ്പൊ റെഡി ആവുമല്ലോ. ലൈറ്റെല്ലാം ഓഫ് ആക്ക്. ഓപ്പനെ ഇവിടുന്ന് ഇറക്കിയിട്ടേ ഞാൻ വരുള്ളൂ. ഇന്നേ ക്യാമറ പിടിക്കും. ഞാൻ വാതിലെല്ലാം ഇട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങും. കാറിന്റെ താഴെല്ലായിരിക്കും. ഇപ്രാവശ്യം ലേറ്റ് ആവുന്നതിന് ഏക ഉത്തരവാദി മോനാണ്. ഞാൻ നേരത്തെ റെഡിയായി നിൽക്കുന്നുണ്ട്. മോന അവിടെ ഇവിടെ നടന്ന് താളം തള്ളി കളിക്കുന്നു. എന്തെങ്കിലും തിന്നാനോട് ഇറങ്ങാൻ കഴിയോ? തിന്നാനൊന്നുമില്ല, അതാണ് വിഷയം. മീനും കൂട്ടി ചോറുന്നാൻ പറ്റൂലല്ലോ അപ്പൊക്ക്. മീനും കൂട്ടി തിന്നാൻ കഴിയില്ല. അന്നാ വാ നടക്ക്. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കഞ്ഞിയാക്കിയ വാഴയുടെ കഞ്ഞിക്കട ഉണ്ടാവും. ലേശം കഞ്ഞി കുടിച്ചിട്ട് പോകാണെന്നെങ്കിലും. വണ്ടി കഴുകാൻ പോന്ന്. എന്റെ പൊന്നോപ്പ കുഴപ്പമില്ല, വാ ഒന്ന്. ഇത് ഇപ്പൊ തന്നെ 12:30 മണിയായി സമയം. അത് അമ്മേന്റെ പാവാട, അത് ഷർട്ട്. പിന്നെ വണ്ടിക്ക് എന്താ ഇപ്പൊ ഇത്ര വലിയ കുഴപ്പമുള്ളത്? പിന്നെ ഇത് ഓടിക്കാനല്ലേ കൊണ്ടുപോന്നത്. ഈ നേരെ വണ്ടി കഴുകല്. എവിടെയെങ്കിലും പോവാൻ ഇറങ്ങിയ മനുഷ്യന്മാരെ മാറ്റിച്ചിവിടെ നിർത്തിയിട്ട് ഈ വണ്ടി മേലിട്ട് പണിയെടുക്കലാണ്. ഓ, അവസാനം വണ്ടിയിൽ കേറി. ഒന്നില്ല, വണ്ടിയിൽ കേറി. ഇനി നമ്മളെ കൂടെ മൂന്നാമതൊരാളുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, ആളെ കാണിച്ചരാ. അതെ, എഴുത്തുകാരിയാണ്, പിന്നെ എന്താ പറയാ, നോവലിസ്റ്റ് ആണ്. എഴുത്തുകാരി, നോവലിസ്റ്റ് ആണ്. പിന്നെ
സുപരിചിതയാണ്. ഇതിക്കുള്ള ക്ലൂ ഒന്നും തരാൻ കഴിയില്ല. അതെ, ഇനി ഞാൻ പറയാം. അവിടെ ഇത് തൊട്ട് കാണിച്ചു തരാം. നീ അവിടെ കണ്ട നോക്കിക്കൊണ്ടോ ചാവുന്നത്. എവിടെ പോയത്? കാട്ടുകോട്ടെ പോയി തോന്നിട്ടാ. എന്താ കള്ളി ഭയങ്കരി. എവിടെ കണ്ടുവരികയാണല്ലേ ഈ ഡ്രസ് എവിടെയോ കണ്ടുവരും. ഞാൻ അന്നേ നോട്ടം വെച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞ അവതാരം. അവിടെ ഞെക്കേ എന്റെ പൊന്നെ. അപരാധപ്പിറവികളുടെ മുഴുവൻ അപരാധത്തിന്റെ പേര് വിപിന എന്നാണ്. നിനക്ക് കിട്ടാൻ യോഗം വേണമെന്നാ പറഞ്ഞ കമന്റ്. അമ്മ. അപ്പൊ അങ്ങനെ നമ്മള് വിപിനേച്ചിയെയും ഞാൻ പറഞ്ഞ സാധനം ഇല്ല അജയില്ല വണ്ടി കയറ്റി നമ്മൾ സ്ഥലത്തേക്ക് പോവുകയാണ്. തുടങ്ങുകയാണ്. യാത്ര ഇവിടത്തേക്കാളും കൂടിയല്ലേ പറയേണ്ടത്. രണ്ടെണ്ണത്തിനെയും മറ്റേ പൂളംപാറയിലോ കുതിരവട്ടത്തോ എവിടെയെങ്കിലും ഇറക്കി വിടാനാണ് ഞാൻ പോകുന്നത്. ആദ്യം വിചാരിച്ച് എന്തല്ല ബാക്കിൽ ലോട്ടറിയെല്ലാം കാണുന്നുണ്ടല്ലോ. പൈസ കൊടുക്കുന്നുണ്ടാ? കൊണ്ടാ ഒന്ന് നോക്കട്ടെ, ഒറിജിനൽ ആണോ നോക്കട്ടെ. കൊണ്ട സംഘം വെക്കാനുണ്ട് മോനെ. ആ എന്നാ വാങ്ങിക്ക്. മാമന്റെ നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ, കയ്യിലോട്ട് തന്നെങ്കിൽ ഞാൻ വണ്ടി ഒറ്റ വിടലാണ്. പിന്നെ ഞാൻ പോയി വന്നിട്ടേ കാണിക്കോളൂ. അതെ, പുറകെ ഓടേണ്ടി വരും. പിന്നെ അപ്പൊ നമ്മൾ എവിടത്തേക്കാ പോകുന്നേ? എന്തമ്മ കച്ചവടം ചെയ്യുന്നില്ല. ഇല്ല, പോയാ പിന്നെ അപ്പൊ ആദ്യം അപ്പൊ വിചാരിച്ച് എന്നെ കൊണ്ടുവന്ന് ഉളമ്പാറ കളയാന്ന്. പിന്നെ വിചാരിച്ച് ബെൽറ്റ് വേറെ ഉണ്ടല്ലോ. അപ്പൊ അതിന് മറ്റേ പടത്തില് ലോകേല മൂത്തോനാണ്. ഇത് തലക്ക് മൂത്തിട്ട് ഇതായി പോയതാ. ഇതിലും വലുത് വേറെ ഉണ്ടല്ലോന്ന് വിചാരിച്ചപ്പോ രണ്ടിനെയും കൊണ്ട് അങ്ങ് തട്ടിക്കളയാന്ന്. അല്ല, നീ ഛർദിന്റെ മറ്റേ കുടിയെല്ലാം കുടിച്ചിട്ടുണ്ടാ? കഴിഞ്ഞ പ്രാവശ്യം കൊറേ ഛർദിക്കലുണ്ടാ ഇവിടെ. ഞാൻ ഇറക്കി അവിടെ വിടും. കുടിച്ചിട്ടാടി ഞങ്ങള് കഞ്ഞിയൊന്നും കുടിച്ചില്ല. അപ്പൊ ഇളനീർ ജ്യൂസ് കുടിച്ചോ? നമ്മള് ചോറൊന്നും തിന്നിട്ടില്ല. കഞ്ഞി നെയ്ച്ചോറും ഉണ്ട് അവിടെ. കഞ്ഞി കുടിച്ചോടും. അപ്പൊ അവിടുന്ന് കഞ്ഞി നെയ്ച്ചോറും അല്ല, കഞ്ഞി നെയ്ച്ചോറും ഉണ്ട് അവിടെ. കഞ്ഞി കുടിച്ചോടുകയാണ്. ഇല്ല, ഇനി എന്തായാലും നമ്മള് പോകുന്ന വഴിയെ കാണാം. ഇപ്പൊ കുറച്ചു നേരം ക്യാമറ ഓഫ് ആക്കട്ടെ. ഇത് ഫുൾ എന്റെ വ്ളോഗാണ് കേട്ടോ. ഇതിലാരും കൈ കടത്തരുത്. ഇത് ഞാൻ എടുക്കുന്ന എന്റെ വ്ളോഗ്. ഇത് ഞാൻ എടുക്കുന്ന എന്റെ വ്ളോഗാണ്. അപ്പൊ ഇനി പോകുന്ന വഴിയെ നമുക്ക് കാണാം. വെയിറ്റ് ആൻഡ് സീ. കെട്ടിത്തരാ അടുക്കാൻ. ഇത് നേരെ നേരെ അഴിഞ്ഞു പോകും. ഇത് ഇട്ടിട്ട് പോയിട്ടില്ല. അപ്പൊക്ക് വഴി നീളെ എനിക്ക് ഇത് കെട്ടിത്തരുത്തായിരുന്നു വഴി. കെട്ടഴിയും. അപ്പൊ അവിടെ നിന്ന് കാണാം. അത് നടക്കും. നമ്മള് പോന്ന വഴിക്ക് ഒന്ന് കഴിക്കാണ്ടല്ലേ വന്നത്. അതുകൊണ്ട് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ചേട്ടാ. എന്നിട്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി പോവുന്ന സമയം 1:30 ചോറ് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. അതല്ല, ഒരു ആത്മാർത്ഥത വേണ്ടല്ലേ. ഞാനൊരു വ്ളോഗ് എടുത്ത് പകുതി കിട്ടിട്ട് അത് ഓപ്പേന്റെ തലയിൽ തന്നല്ലേ. എനിക്കറിയാല്ലെങ്കിൽ നിന്റെ വ്ളോഗെല്ലാം തുടങ്ങിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങനെയെങ്കിലും ആരെങ്കിലായിട്ട് എടുത്തോളൂ എന്ന് നിനക്കറിയാം. ഞാൻ എങ്ങനെയെങ്കിലും ഇത് കൊണ്ടുപോകുന്ന നിനക്ക് അറിയുന്നോണ്ട് നീ തുടങ്ങിയിടുന്നല്ലേ. അതല്ലേ. അപ്പൊ എന്തായാലും നമ്മള് പാട്ട് ഒന്നും കേൾക്കൂല. എന്റെ അമ്മ ഒരു പാട്ട് വെച്ചിട്ടുണ്ടായി, തല പൊളിയായിരുന്നു. ആ, എന്തുവാ അത്? ദിസ് ഇസ് ഗുഡ് ബ്രോ. യാ, ഫീൽ ഗുഡ്. അപ്പോൾ എന്തായാലും എൻ്റെ സ്പെഷ്യൽ ടെൻഡർ കോക്കനട്ട് വിത്ത് ഐസ്ക്രീം. ഇവിടെയൊക്കെ തൊണ്ടവേന വേണ്ടിയിട്ട് ഒരു ചിക്കു വാങ്ങിക്കൊടുത്ത് പറ്റിച്ച് തൊട്ട് പോരുത്. ആദ്യം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇത് വേണ്ട ചിക്കോന്നല്ല. ചിക്കു ചോദിച്ചു. ആ, ഫോണിലല്ല, എന്തായാലും മതി. ഇത് സജിമോൻ്റെ കഴിക്കട്ടെ. പോയിക്കോട്ടെ. ചിക്കോ ഞാനെന്തിനീ ചിക്കു പറഞ്ഞേ?
ഒന്ന് ടേസ്റ്റ് നോക്കാൻ തന്നാല് വയറുവേന എടുക്കല്ലേ ഐസ്ക്രീം അടക്കണം നിനക്ക് കളയുന്ന എന്താ ഐസ്ക്രീം നല്ല സുഖമാകും ഇങ്ങോട്ട് ഞാനൊന്ന് ടേസ്റ്റ് നോക്കിട്ട് പറയാ ഐസ്ക്രീം അടയണമെന്ന് പിടിക്കിതൊന്നും അവനവന്റെ മറ്റേ കക്ഷത്തിലുള്ളത് പോകാനും പാടില്ല ആരാൻ്റെ കുടിക്കണം എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ അനക്കാണ്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരുത്തി അവിടെ അന്തം വിട്ടായിരിക്കുന്നു മതി കുടിച്ചോ നല്ലത് മറ്റേ ആർക്കും പിടിക്കുന്നു പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. നമ്മള് ചിക്കുവെല്ലാം കുടിച്ച് വണ്ടി കയറി ഓപ്പ് ചെയ്താ വരുന്നുണ്ട്. എല്ലായിടത്തും ഇപ്രാവശ്യം ഓപ്പ ലൈറ്റാ ലേറ്റാ. നമ്മൾ എത്ര സമയം വണ്ടി കയറി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ചാവി അതാ വണ്ടിയിലുണ്ട്, അവിടെ ഉണ്ട്. പൊള്ളുന്നല്ലേ. ഇനി നമുക്ക് നമ്മള് പോകുന്ന നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോ നമുക്ക് പറഞ്ഞാ പോരെ? പറയാല്ലേ. നമ്മളിപ്പോ പോകുന്നത് വെച്ചാല് എന്റെ കൊറേ ഫാമിലീസ് നീലേശ്വരം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അമ്മാവന്മാരുണ്ട്, രണ്ടമ്മാവനുണ്ട്, ഒരു ചിത്തിയുണ്ട്, വല്യമ്മയുണ്ട്, പിന്നെ അമ്മേന്റെ കൊറേ ബന്ധുക്കളുണ്ട് അവിടെ. കുടുംബം മൊത്തം ഞങ്ങളുടെ കുടുംബം ശരിക്കും പറഞ്ഞാല് നാറാത്തിലും കൂടുതലുള്ളത്, ഞങ്ങള് നിൽക്കുന്ന സ്ഥലത്തിലും കൂടുതലുള്ളത് നീലേശ്വരാണ്. അയ്യോ സീറ്റ് ബെൽറ്റ് എന്നിട്ട് ബാക്കി പറഞ്ഞേക്കാം. ഇല്ലെങ്കില് 1000 ഉറുപ്പ്യക്ക് പകരം അയ്യോ ചേട്ടാ കാര്യങ്ങളെല്ലാം പറയാം. ഭയങ്കര ലാഗായിരിക്കും ചിലപ്പോ ഇന്നത്തെ ഇത്. ആര് പൊങ്കാലി ഇടരുത്. അപ്പൊ നമ്മള് പോകുന്നത് നീലേശ്വരത്തേക്കാണ് പോകുന്നത്. എന്തിനാ പോകുന്നേന്നുള്ളത് അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. അവിടെ എത്തിയിട്ട് കാണുമ്പോ ആ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരാം. എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മള് ഡെസ്റ്റിനേഷനിൽ എത്തിയല്ലോ. അതെ, ഇതാണ് നീലേശ്വരം ആലിങ്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. അതെ, ഇവിടെ ഉത്സവം ആവാനായി കേട്ടാ. അതെ, അപ്പൊ ഇതിന്റെ ഈ ക്ഷേത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കട്ടെ. ഈ ക്ഷേത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമ്മളുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് അല്ലേ. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നികിട റിലേറ്റീവ്സൊക്കെ ഈ ക്ഷേത്രത്തിലെ കുടുംബാംഗങ്ങളാണ്. ഇവരൊക്കെ ഇതിനകത്ത് ആൾക്കാരാണ്. ഇവരുടെ മാമന്മാർ, ചിറ്റന്മാർ അല്ലേ, വല്യമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉത്സവത്തിന് കഴിഞ്ഞ വർഷമൊക്കെ ആകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വ്യത്യസ്തമായ ഒരുപാട് ആചാരങ്ങളുള്ളൊരു ക്ഷേത്രമാണ്. നമ്മുടെ ഇപ്പോൾ ഈ മലബാർ ഏരിയയിലൊക്കെ പൊതുവെ തെയ്യങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ. നമ്മുടെ കൊടുങ്ങല്ലൂർ കൊള്ള ക്ഷേത്രത്തിലൊക്കെ ഉള്ളൊരു ആചാരങ്ങളൊക്കെ ഇല്ലേ. നമ്മുടെ കളവെഴുത്തും നാഗക്കളം പാട്ട്, പിന്നെ അങ്ങനെ തുള്ളൽ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണിത്. അങ്ങനത്തെ അപ്പോൾ ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു രസമാണ്. ക്ഷേത്രങ്ങളേ ഉള്ളൂ. ഇത് കാസർഗോഡ് ജില്ലയിൽ. കാസർഗോഡ് ജില്ലയിൽ എനിക്ക് തോന്നുന്നു വേറെ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല ഈ ആചാരങ്ങളുള്ള ക്ഷേത്രം. അപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്സവം ഇപ്പം ഇനി വരാൻ വേണ്ടി പോയിന്. ഇതുപോലെ ആചാരങ്ങളുള്ള ക്ഷേത്രം കാസർഗോഡ് ജില്ലയിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇങ്ങനെ മറ്റേ നമ്മുടെ ഈ എന്താ പറയുക വെളിച്ചപ്പാട് തുള്ളൽ, പിന്നെ കളവെഴുത്തും പാട്ടും, ഇങ്ങനെ സ്ത്രീകളുടെ മേലെയൊക്കെ നാഗമൊക്കെ കയറിയിട്ട് അങ്ങനെ കളം എഴുത്തുന്ന സമയത്ത് അത് ഞാൻ കൊടുക്കും ഇവിടെ. അങ്ങനെയുള്ള സംഭവങ്ങൾ അതൊക്കെ ഉണ്ട് ഇവിടെ. ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ഇവിടെ. ഇപ്പോൾ ഒരു നമ്മളീ പറഞ്ഞ പോലെ ക്ഷേത്രങ്ങളൊക്കെ വ്യത്യസ്തമായ അനുഭവ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരുപാട് ആചാരങ്ങൾ കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇന്ന് വന്നത് അല്ലേ. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് എടുത്ത് തീർക്കട്ടെ. ഈ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ മറ്റേ പുഴയാണ് കേട്ടാ. ഇതിൻ്റെ ബാക്കിൽ കടലും. ഇതാ പുഴയിലേക്ക് കൂടി ഇങ്ങനെ ഒരു തോണി പോകുന്നുണ്ട്. കാണുന്നുണ്ടാവുമെന്ന് അറിയില്ല, ഇതിൽ കാണൂല അല്ലേ. മറ്റേ ഫോണാണെങ്കിൽ നമുക്ക് സൂം ചെയ്യായിരുന്നു, അപ്പോൾ ശരിക്കും കാണുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ സ്ഥലം. നല്ല കടലും പുഴയും കുറേ തെങ്ങുകളും എല്ലാം ആയിട്ട് നല്ല രസമാണ് സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അപ്പം നമ്മളെന്തായാലും ക്ഷേത്രത്തിലെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു അല്ലേ. ആലിങ്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രോട്ടാ. ഈ വർഷത്തെ ഉത്സവത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം. വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾ പറ അല്ലേ.
കുടുംബക്കാരിൽ ഒരുപാട് പേരുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കേറുന്നില്ല. ഒരാള് കണ്ടുപിടിച്ച് കണ്ണാടിയുടെ അല്ലടാ, നീ വന്നപ്പോ തൊട്ടില്ലേ നീ ഭയങ്കര സ്മെല്ല്. നീ സ്പ്രേ എല്ലാം അടിച്ചിട്ടുണ്ടല്ലോ, തകർത്ത് വെച്ചേക്കണ. ഈ ഗൾഫുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ സ്പ്രേ എല്ലാം ഉണ്ടല്ലോ, മൊത്തം ഒറ്റക്കിരുന്ന് അടിക്കാണ്ട് അതിൽ കുളിക്കാണ്ട് ഒരെണ്ണം കുടുംബക്കാർക്കെല്ലാം കൊടുക്കുക, ബന്ധുക്കൾക്കെല്ലാം. അതാ വേണ്ടത്. ഇതെന്താണ് അടിച്ചു വന്നിട്ടുള്ളത്? ഇത് ഇവളുടെ അനിയത്തിന്റെ ഭർത്താവ് ഇവനെടുത്ത് കൊടുത്തൊരു കുടുംബ അമ്പലത്തിൽ വരുന്നു, തൊഴാൻ വരുന്നോണ്ട് കണ്ട്. ഹരീഷേ, നമ്മൾ നൈസിലങ്ങ് മെല്ലെ പോവാന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇവനെടുത്ത് കുടുംബ ഗ്രൂപ്പിൽ ഇട്ട് കളഞ്ഞു. നമ്മുടെ ചങ്ക് ബ്രോ ഹരീഷ് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്താ പറയണ്ടേ, ഇതൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെ ഇവിടെ വന്നാല്. അപ്പൊ പിന്നെ എന്താ, പിന്നെ വേറെന്താ നമുക്ക് ഒരുപാട് കുടുംബക്കാർ. ഹരീഷിന്റെ മോളുണ്ട്, ഇപ്പോഴത്തെ അന്വേഷണം പറയണേ, വൈഫിനോടും പറയണം. പിന്നെ എന്താ പറഞ്ഞ കൊറേ കുടുംബക്കാരുണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നു, പക്ഷെ എവിടെയും കേറുന്നില്ല. ഒരിടത്ത് കേറിയ എല്ലാരുടെ അടുത്തും കയറണം. ലേറ്റ് ആവും, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി. അതുകൊണ്ട് കുടുംബക്കാരുടെ ഞങ്ങൾ ഉത്സവത്തിന് ഞങ്ങൾ വരും. ഉത്സവത്തിന് വരുമ്പോ എല്ലായിടത്തും കേറാം. എല്ലാവരും വീഡിയോ കാണുമ്പോ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ പോവേന്ന്. ഇത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇതുപോലുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ ക്ഷേത്രം ഈ ഒന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ഉത്സവത്തിന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുവരെ ക്ഷേത്രം അറിയാത്ത ആരെങ്കിലും നേരെ പോരും. ഇതവിടെ ഗാനമേളയും പരിപാടിയൊക്കെ ആയിട്ട് തകർക്കേണ്ടി വരും. അല്ലേ, ചങ്ക് ബ്രോസ് പരിപാടി ഉണ്ട് 28-ാം തീയതി ഗാനമേള പൊളിക്കും. എല്ലാ ദിവസവും അന്നദാനവും ഉണ്ട് അല്ലേ ഹരീഷേട്ട? എല്ലാ ദിവസവും അന്നദാനം ഇല്ലേ? പിന്നെ ഇവിടുത്തെ വൈബ്, ഇവിടെ വന്ന ക്ഷേത്രം കാണുക മാത്രമല്ല, ഇവിടെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. ഇവിടെ എന്താ അങ്ങോട്ട് പോയാൽ പുലിമുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കടപ്ര ബീച്ച് എല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം കാണാം. സ്ഥലങ്ങളാണ്. അന്നദാനം ഉണ്ട്. ഇന്ദ്രൂട്ടം പറഞ്ഞ പോലെ ദേവീന്റെ ചോറ് അടിപൊളി ചോറ്. എല്ലാവരും വന്ന് അമ്പലത്തിൽ വരും എല്ലാവരും. അപ്പൊ നമ്മൾ എന്തായാലും പിന്നെ അവിടെ നിന്ന് വന്ന ഒരു ചെറിയ വ്ളോഗ് നമുക്ക് എനിക്ക് തോന്നുന്നു ഇനി പോകുമ്പോ കാണിക്കണം. നോക്കാം. എന്നാ പിന്നെ പോകുന്ന വഴിക്കാണ്. അങ്ങനെ നമ്മൾ എവിടെ നിന്നാണോ വിപിനെടുത്ത് അവിടെ തട്ടിക്കൊടുത്തിട്ടുണ്ട്. ബാഗ് ഇറങ്ങി വീട്ടിൽ പോകാൻ നോക്കടി. വീട്ടിലേക്ക് പോണേ, വീട്ടിലേക്ക് പോണേന്ന് ഞങ്ങളിവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഗൈസ്. തെളിവുണ്ട്. ഇതാ സ്ഥലം, ഇതാ റോഡ്, ഇതാ വീട്, ഇതാ വഴി, ഇതാ ഇവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വിപിനെ എവിടേക്കാലും പോയി ഞങ്ങൾ ഉത്തരവാദിയില്ലാന്ന്. വിപിനെ നോക്കണം, നോക്കണം, ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ പ്രശ്നങ്ങളിലുണ്ടാവും ഈ സമയത്തേ. ശ്രദ്ധിക്കണം, ചെറിയ ഈ തേറുവീഴ്ച പരിപാടിയൊക്കെ ഉണ്ടാവും. ബ്രഹ്മരക്ഷസിന്റെ ചെറിയ തേറുവീഴ്ചയൊക്കെ ഉണ്ടാവും, നോക്കണം. അതൊക്കെ ഉണ്ടാവും രാത്രി കേട്ടാ, ശ്രദ്ധിക്കണം. ഞങ്ങൾ 7:45 നമ്മുടെ കാക്കത്തിരുത്തി. അപ്പൊ ചെറിയൊരു വ്ളോഗ് എപ്പത്തിയാനല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് വ്ളോഗും അതിന്റെ പഠിച്ചേക്കാം. എന്നാ പിന്നെ അതെ, ഓക്കെ, ടാറ്റ പറഞ്ഞേക്കാം. എന്നാ പിന്നെ ടാറ്റ ഗൈസ്. ഓക്കെ, റെഡി.